നമസ്കാരം. വെലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ടോപ്പിക്ക് CS പ്രൊഫഷനെ കുറിച്ചാണ്. CS പ്രൊഫഷനും കമ്പനീസ് ആക്റ്റും തമ്മിലുള്ള പ്രൊവിഷൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കുറേ ആൾക്കാർക്ക് അറിയാം, എങ്കിലും ഞാനും യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ മലയാളത്തിൽ CS പ്രൊഫഷൻ്റെ കമ്പനി ലോയിലെ പ്രൊവിഷൻസ്, മാൻഡേറ്ററി അപ്പോയിൻമെൻറ്റ്, ഇത് ബന്ധപ്പെട്ടുള്ള ഒരു ക്രിസ്റ്റൽ ആയിട്ടൊരു വീഡിയോ കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇത് പറയാം. കുട്ടികളെ, ഈ വീഡിയോയുടെ ടൈറ്റിൽ ദ ഗ്ലോറി ഓഫ് CS എന്നാണ്. അതായത് കമ്പനി സെക്രട്ടറി പ്രൊഫഷൻ്റെ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഗ്ലോറി സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എത്രത്തോളം, നിയമപരമായിട്ട് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഈ വീഡിയോയുടെ മെസ്സേജ്. കമ്പനീസ് ആക്ട് 2013, ഇപ്പോഴുള്ള നിലവിലുള്ള കമ്പനീസ് ആക്ടിൽ 203 എന്ന സെക്ഷനിലാണ്, 203 സെക്ഷനിലാണ് കമ്പനി സെക്രട്ടറിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഉള്ളത്. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പനി സെക്രട്ടറിയെ ഒരു കമ്പനി സെക്രട്ടറി മാത്രം എന്ന രീതിയിലല്ല അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നമ്മളെ കീ മാനേജറിയൽ പേഴ്സണൽ, KMP എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ കീ മാനേജറിയൽ പേഴ്സൺസ് കൂടെ പറഞ്ഞാൽ, പേഴ്സണൽസിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഗ്ലോറി കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവൂ. അപ്പം അതിന് സെക്ഷൻ 2 ക്ലോസ് 51 പോകണം. കീ മാനേജറൽ പേഴ്സൺസിന്റെ ഡെഫിനിഷൻ പറയുന്ന സെക്ഷനാണ് 2 ക്ലോസ് 51. ഈ സെക്ഷൻ പ്രകാരം കമ്പനിയുടെ CEO അഥവാ MD അഥവാ മാനേജർ, പിന്നെ കമ്പനി സെക്രട്ടറി, പിന്നെ ഹോൾ ടൈം ഡയറക്ടർ, അടുത്തത് CFO ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അടുത്തത് മറ്റുള്ള ഏത് ഓഫീസറിനെയും ബോർഡ് KMP ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഗ്രൂപ്പ് എല്ലാവരെയും കൂടെ ചേർത്താണ് കീ മാനേജറൽ പേഴ്സൺസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, കമ്പനിയുടെ CEOയും MDയും, കമ്പനിയുടെ കമ്പനി സെക്രട്ടറി, കമ്പനിയുടെ CFO, കമ്പനിയുടെ ഹോൾ ടൈം ഡയറക്ടർ, ഈ 4 പേരെയും കൂടെ ചേർത്തിട്ടാണ് കീ മാനേജറൽ പേഴ്സൺസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2013 നമ്മുടെ ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് 2 ക്ലോസ് 51 കീ മാനേജറൽ പേഴ്സൺസിന്റെ ഡെഫിനിഷൻ്റെ അകത്താണ് നമ്മൾ. അതിനർത്ഥം നമ്മളൊരു കമ്പനി സെക്രട്ടറി എന്ന കോഴ്സ് പഠിച്ച് ഒരു പ്രൊഫഷണൽ ആവുന്നതിന് പുറമെ നിങ്ങളെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, സെക്ഷൻ 203 അപ്പോയിന്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ആ കമ്പനിയുടെ കീ മാനേജറൽ പേഴ്സണൽ ആവുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ കീ മാനേജറൽ പേഴ്സണൽസ് ആവുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, കമ്പനിയുടെ പോളിസി മേക്കറും കമ്പനിയുടെ സ്ട്രാറ്റജി മേക്കറും കമ്പനിയുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും, അതുപോലെ തന്നെ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റ്, കമ്പനിയുടെ ഡയറക്ഷൻ എങ്ങോട്ട് നയിക്കുന്നു, കമ്പനിയുടെ നയപരമായ കാര്യങ്ങൾ നയിക്കുന്ന കാറ്റഗറിയായ കീ മാനേജറൽ പേഴ്സന്റെ അകത്താണ് കമ്പനി സെക്രട്ടറി എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ കമ്പനി സെക്രട്ടറീസ് ആർ റിഗാർഡഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ആസ് എ കീ മാനേജറൽ പേഴ്സണൽ ഇൻ ദ കമ്പനീസ് ആക്ട് 2013 അണ്ടർ സെക്ഷൻ 2 ക്ലോസ് 51. ഇനി അപ്പോയിന്റ്മെന്റ്, ഏതൊക്കെ കമ്പനിയിലാണ് കമ്പനി സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്യേണ്ടത് കീ മാനേജറൽ പേഴ്സണലായിട്ട്? സെക്ഷൻ 203 പ്രകാരം എല്ലാ ലിസ്റ്റഡ് കമ്പനിയിലും 10 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിലും എല്ലാ കീ മാനേജറൽ പേഴ്സൺസിനെയും ഒത്തിച്ച് അപ്പോയിന്റ് ചെയ്യണം. CEO, MD, കമ്പനി സെക്രട്ടറി, CFO, ഹോൾ ടൈം ഡയറക്ടേഴ്സ് എല്ലാവരും വേണം. അതുപോലെ നേരത്തെ പറഞ്ഞത് റൂൾ 8 ആണ്, സെക്ഷൻ 203 കീഴിലുള്ള റൂൾ 8. ഇനി പറയാൻ പോകുന്നത് 203 കീഴിലുള്ള റൂൾ 8A ആണ്. ഇത് പ്രകാരം 10 കോടിക്ക് മുകളിൽ മൂലധനമുള്ള എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിലും കമ്പനി സെക്രട്ടറിമാരെ ഹോൾ ടൈം ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ ഇത് രണ്ട് റൂളും കൂടെ കൂട്ടി വായിച്ചാൽ, എല്ലാ ലിസ്റ്റഡ് കമ്പനിയിലും എല്ലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലും 10 കോടിക്ക് മുകളിലുള്ള പെയ്ഡപ്പ് ക്യാപിറ്റലിന് മുകളിലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിലും കമ്പനി സെക്രട്ടറിയെ ഒരു കീ മാനേജറൽ പേഴ്സണലായിട്ട് എല്ലാവരെയും കൂടെ, CEOയുടെ കൂടെയും MDയുടെ കൂടെയും CFOയുടെ കൂടെയും ഹോൾ ടൈം ഡയറക്ടറുടെ കൂടെയും കമ്പനി സെക്രട്ടറിയുടെ കൂടെ ഒത്തിച്ച് കീ മാനേജറൽ പേഴ്സൺസ് ഒന്ന് അപ്പോയിന്റ് ചെയ്യും. എന്നാൽ ചെറിയ കമ്പനികളായ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം, അതും 10 കോടിക്ക് മുകളിൽ മൂലധനമുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം, അവിടെ കമ്പനി സെക്രട്ടറിയെ മാത്രം, ഹോൾ ടൈം കമ്പനി സെക്രട്ടറിയെ മാത്രം അപ്പോയിന്റ് ചെയ്യണം. മറ്റുള്ള KMPs ആവശ്യമില്ല, കാരണം അത് കംപ്ലയൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്ത്യയിലെ എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിലും 10 കോടിക്ക് മുകളിൽ പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള മൂലധനമുള്ള എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിലും മാൻഡേറ്ററി ആയിട്ട് കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യണം. എന്നാൽ കുറച്ചൊരു വലിയ കമ്പനികൾ, ഈ ലിസ്റ്റഡ് കമ്പനികളും അതുപോലെ
10 കോടിക്ക് മുകളിൽ മൂലധനമുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിലും കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യണം. അവിടെ നമ്മളെ കാറ്റഗറി കുറച്ചിട്ട് മുകളിലാണ് KMB ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം, മറ്റുള്ളവരെ കൂടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 10 കോടിക്ക് മുകളിൽ ക്യാപിറ്റലുള്ള ഏത് ടൈപ്പ് കമ്പനി ആണെങ്കിലും, പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും മാൻഡേറ്ററി ആയിട്ട് കമ്പനി സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ യെസ്, അപ്പോൾ നമുക്ക് ജോലി സാധ്യത ഉറപ്പാണ്. ഇന്ത്യയിൽ എത്രയോ ലക്ഷം കണക്കിന് കമ്പനികളുണ്ട് ഈ പറയുന്ന ക്യാപിറ്റലിന് മുകളിലുള്ള കമ്പനികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോലി സാധ്യത തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരണം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. അപ്പോയിന്റ് ചെയ്യില്ലെങ്കിൽ പെനാൽറ്റിയും മറ്റുള്ള കോൺസിക്വൻസും ഉണ്ടാവും. പക്ഷെ ബിൽ സാർ പറയാൻ വരുന്നത് അത് മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ KMBയുടെ ഡെഫിനിഷൻ ക്രൂഷ്യലായിട്ട് നോക്കിയാൽ, ഞാൻ പറഞ്ഞു CEO, MD, മാനേജർ, CS, CFO, ഹോൾട്ടൈം ഡയറക്ടർ, ഇത്രയും പേരാണല്ലോ KMB എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും പേരുടെ സെപ്പറേറ്റ് ഡെഫിനിഷൻസ് ഉണ്ട് കമ്പനീസ് ആക്ട്. CEO 2/18, CFO 2/19, MD 2/54, കമ്പനി സെക്രട്ടറി 2/24. അപ്പൊ ഇത്രയും KMBമാർക്ക് പ്രത്യേക ഡെഫിനിഷൻസ് കമ്പനീസ് ആക്ടിൽ, പ്രത്യേക വിവരണമുണ്ട് അവരെ കുറിച്ച്. എന്നാൽ MDക്കോ CEOക്കോ CFOസിനോ ഹോൾട്ടൈം ഡയറക്ടറിനോ പ്രത്യേക ഒരു ക്വാളിഫിക്കേഷൻ വേണമെന്നോ പ്രത്യേക ഒരു മാനദണ്ഡമോ ക്രൈറ്റീരിയോ പറയുന്നില്ല. ബോർഡിന് ആരെ വേണമെങ്കിലും CFO ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം, ബോർഡിന് ആരെ വേണമെന്നുണ്ടെങ്കിലും CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം, ബോർഡിന് ആരെ വേണമെന്നുണ്ടെങ്കിലും MD ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. സബ്സ്റ്റാൻഷ്യൽ പവർ കൊടുക്കും. പക്ഷേ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, സെക്ഷൻ 2/24 പ്രകാരം കമ്പനി സെക്രട്ടറിയുടെ കേസ് വരുമ്പോൾ, ഡെഫിനിഷൻ ഓഫ് കമ്പനി സെക്രട്ടറി കേസ് വരുമ്പോൾ KMB ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന കമ്പനി സെക്രട്ടറി മാൻഡേറ്ററി ആയിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ മെമ്പർ ആയിരിക്കണമെന്ന് നിയമമുണ്ട്. അതായത് KMBമാരിൽ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന KMBക്ക് മാത്രമേ ഒരു ഔദ്യോഗികപരമായിട്ടൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുള്ളൂ, ഒരു ക്രൈറ്റീരിയ പറയുന്നുള്ളൂ. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ മെമ്പർ ആയിരിക്കണം, അസോസിയേറ്റോ ഫെല്ലോ മെമ്പർ ആയിരിക്കണം. അതിനർത്ഥം നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു കമ്പനി സെക്രട്ടറി ആയിരിക്കണമെന്ന് നിർബന്ധം. അപ്പൊ സാറ് പറയുന്നത് ഇതാണ്, KMBമാര് അപ്പോയിന്റ് ചെയ്യുന്ന കാറ്റഗറിയൊക്കെ നമുക്കറിയാം. കാറ്റഗറി കമ്പനീസ് സാറ് പറഞ്ഞു, ആരൊക്കെയാണ് KMB എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ കമ്പനി സെക്രട്ടറിക്ക് മാത്രമേ ഉള്ളൂ ഒരു നിശ്ചിത ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അത് മാൻഡേറ്ററി ആയിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ മെമ്പർ ആയിരിക്കണം. അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ എൻട്രൻസ് എഴുതി പാസ്സായി, എക്സിക്യൂട്ടീവായി, ട്രെയിനിങ് ചെയ്ത് പ്രൊഫഷണൽ കഴിഞ്ഞ് എല്ലാ ട്രെയിനിങ്ങും മാനദണ്ഡങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പർ ആവുന്നു, അസോസിയേറ്റ് മെമ്പർ ആവുന്നു. അങ്ങനെ അംഗത്വം എടുത്തിട്ടുള്ള കമ്പനി സെക്രട്ടറീസിന് മാത്രമേ ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറി ആയിട്ട് KMBയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 10 കോടിക്ക് മുകളിലുള്ള ക്യാപിറ്റലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസും ലിസ്റ്റഡ് കമ്പനീസിലും KMB ആയിട്ടാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കമ്പനി സെക്രട്ടറി ആയിരിക്കണം. 10 കോടിക്ക് മുകളിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനെ സംബന്ധിച്ചുള്ള നിങ്ങളെ കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അവിടെയും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പർ ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഏത് കമ്പനിയുടെയും പെയ്ഡപ്പ് ക്യാപിറ്റൽ, പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും പെയ്ഡപ്പ് ക്യാപിറ്റൽ 10 കോടി ക്രോസ് ചെയ്താൽ അവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മെമ്പറിനെ, അതായത് ഒരു കമ്പനി സെക്രട്ടറിയെ മാൻഡേറ്ററി ആയിട്ട് അപ്പോയിന്റ് ചെയ്യണമെന്നാണ് ഇത്രയും നേരം സാറ് പറഞ്ഞ സെക്ഷൻ 203 അതുപോലെ തന്നെ സെക്ഷൻ 2/51 അതുപോലെ തന്നെ സെക്ഷൻ 2/24 ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയിൽ കമ്പനി നിയമത്തിൽ ഒരൊറ്റ പോസ്റ്റിന് മാത്രമേ ഒരു ഔദ്യോഗിക ക്വാളിഫിക്കേഷൻ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളൂ. അത് കമ്പനി സെക്രട്ടറിക്കാണ്. ഉദാഹരണം പറഞ്ഞാൽ CFO, നമ്മൾക്ക് ചാർട്ടേഡ് അക്കൗണ്ട് അപ്പോയിന്റ് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ട് അപ്പോയിന്റ് ചെയ്യാം. പൊതുവെ നമ്മൾ അവരെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്, ഒരു MBA ഫിനാൻസിന് അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ ഇന്ന ആളെ തന്നെ അപ്പോയിന്റ് ചെയ്യണമെന്ന് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടില്ല. ബോർഡിന് ആരെ വേണമെങ്കിലും അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ CS-ന്റെ കേസ് അങ്ങനെയല്ല. കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർ കമ്പനി സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CS ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പർ ആയിരിക്കും. ഇതാണ് ഈ വീഡിയോയിൽ എൻ്റെ മെസ്സേജ്. ഇത് പലരും ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കാം. പലരും ഒന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളും ഭാവിയിലെ കുട്ടികളെ കുറിച്ച്, അവരെ പാരന്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി ഉള്ളവർക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളെ ഗ്ലോറി ഒന്നുകൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ കമ്പനിക്ക് പെനാൽറ്റി ഉണ്ട്, മറ്റുള്ള KMBമാർക്കും പെനാൽറ്റി ഉണ്ട്. കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ കമ്പനിക്ക് മാത്രമല്ല പെനാൽറ്റി, കൂടെ ഉള്ള KMB ഉണ്ടല്ലോ, MDക്കും CFOസിനും ഹോൾട്ടൈം ഡയറക്ടറിനും പെനാൽറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ അവർ നിർബന്ധിതാവും എത്രയും പെട്ടെന്ന് കമ്പനി സെക്രട്ടറി അവർ അപ്പോയിന്റ് ചെയ്യും. ഈ ലിമിറ്റ് കഴിയുമ്പോൾ, 10 കോടി ലിമിറ്റ് കഴിയുമ്പോൾ. അടുത്തൊരു കാര്യം, കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്ത് എങ്ങനെയാണ്? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്. കമ്പനി സെക്രട്ടറി ഓക്കെ, HR ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും, MD ഇന്റർവ്യൂ ചെയ്യും, ബോർഡിന്റെ ആൾക്കാരൊക്കെ ഇന്റർവ്യൂ ചെയ്യും, അതൊക്കെ ഓക്കെ. അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്.
കമ്പനി സെക്രട്ടറിമാരെ കമ്പനിയിൽ ബോർഡ് മീറ്റിംഗിൽ വെച്ച് അപ്രൂവ് ചെയ്യണം. ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ബോർഡ് മീറ്റിംഗിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ഒരു ഔദ്യോഗിക തീരുമാനമായിട്ടായിരിക്കണം കമ്പനി സെക്രട്ടറിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അത് സെക്ഷൻ 205-ലും 203-ലും പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവേഴ്സ് ഓഫ് ദ ബോർഡ് സെക്ഷൻ 179 സബ്സെക്ഷൻ 3-ലും പറയുന്നുണ്ട് അപ്പോയിന്റ്മെന്റ് ഓഫ് KMB ഹാസ് ടു ബി അപ്രൂവ്ഡ് ബൈ ദ ബോർഡ് മീറ്റിംഗ് ബൈ ദ ബോർഡ് അറ്റ് എ ബോർഡ് മീറ്റിംഗ് ത്രൂ എ റെസൊല്യൂഷൻ. ബോർഡ് മീറ്റിംഗിൽ വെച്ച് ബോർഡ് ഒരു ഔദ്യോഗിക തീരുമാനമായി റെസൊല്യൂഷനായിട്ട് പാസ്സാക്കണം. അവിടെയും നമുക്ക് ഗ്ലോറിയാണ്. ഇനി നിങ്ങൾ ചോദിക്കും, സാർ ഒരു കമ്പനി സെക്രട്ടറി മാറിയാൽ എന്ത് ചെയ്യും? ഒരു കമ്പനി സെക്രട്ടറി രാജിവെക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ആവശ്യങ്ങൾക്ക് പോവുകയോ റിസൈൻ ചെയ്ത് പോവുകയോ അതാണല്ലോ രാജിവെക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷനോ വയ്യാതാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസി ഉണ്ടായാൽ 10 കോടിക്ക് മുകളിലുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഒരു കമ്പനിയിൽ കമ്പനി സെക്രട്ടറി പോസ്റ്റിൽ ഒരു വേക്കൻസി ഉണ്ടായാൽ 6 മാസത്തിനകം പുതിയൊരാൾ അപ്പോയിന്റ് ചെയ്യണമെന്നും 203-ൽ പറയുന്നുണ്ട്. So if there is a vacancy in a company secretary post, then it has to be refilled by the board within a period of 6 months. 6 മാസത്തിനകത്ത് നമ്മൾ റീഫിൽ ചെയ്യണം. അപ്പൊ അവിടെയും നമ്മളെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. കമ്പനി സെക്രട്ടറിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് മാൻഡേറ്ററി പോലെ തന്നെ ഒരു കമ്പനി സെക്രട്ടറി ഒരു കമ്പനിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ 6 മാസത്തിനകത്ത് വേറൊരാളെ ആ പോസ്റ്റിൽ നിയമിക്കണമെന്നും മാൻഡേറ്ററി ആയിട്ട് പ്രൊവിഷൻ ഉണ്ട്. കമ്പനി സെക്രട്ടറിമാരെ ബോർഡ് അപ്പോയിന്റ് ചെയ്യുമ്പോൾ കമ്പനി സെക്രട്ടറിമാരുടെ അപ്പോയിന്റ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇൻക്ലൂഡിംഗ് ശമ്പളം ഉൾപ്പെടെ ആ ബോർഡ് റെസൊല്യൂഷനിൽ പറയണമെന്ന് അല്ലെങ്കിൽ ബോർഡിന്റെ തീരുമാനത്തിൽ പറയണമെന്ന് സെക്ഷൻ 203 പറയും. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഇത്രയും ബാക്കിംഗ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരന്റ് ലോ ആയ കമ്പനീസ് ആക്ടിൽ ഇത്രത്തോളം ബാക്കിങ്ങും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു നമ്മൾ പറയത്തില്ല ഒരു റെക്കഗ്നൈഷനുള്ള വേറെ ഒരു കോഴ്സും വേറെ ഒരു പ്രൊഫഷനും ഇന്ത്യയിലില്ല. കമ്പനി സെക്രട്ടറീസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ മറക്കരുത്, നിങ്ങൾ ക്വാളിഫൈ ചെയ്ത ഉടനെ തന്നെ ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനീസിലും 10 കോടിക്ക് മുകളിലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിലും 10 കോടിക്ക് മുകളിലുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിലും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡാണ്. ബോർഡ് മീറ്റിംഗിൽ വെച്ചാണ്, ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ ശമ്പളം ഉൾപ്പെടെ ബോർഡ് റെസൊല്യൂഷനിൽ പറയണം. അഥവാ ഒരു വേക്കൻസി നിങ്ങളുടെ പോസ്റ്റിലുണ്ടായാൽ മറ്റൊരാളെ 6 മാസത്തിനകത്ത് നിയമിക്കണം. ഇന്ത്യയിൽ എത്രയോ ലക്ഷക്കണക്കിന് കമ്പനികളുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാണ് ഈ വീഡിയോയുടെ മെസ്സേജ്. ഇത് ഹോൾ ടൈം കമ്പനി സെക്രട്ടറിമാരെ KMBമാരെ കുറിച്ചുള്ള ആംഗിളിലാണ് നമ്മളെ പ്രൊഫഷന്റെ ഗ്ലോറി ഞാൻ പറഞ്ഞത്. ഇനി ജോലിക്ക് പോകുന്ന ഹോൾ ടൈം കമ്പനി സെക്രട്ടറി ആയിട്ട് പോകുന്നതിന് പുറമെ നിങ്ങൾക്ക് ഇനിയും ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, ഒരു കമ്പനിയിൽ കമ്പനി സെക്രട്ടറിയെ ഹോൾ ടൈം കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, KMB ആയിട്ടോ അല്ലെങ്കിൽ ഹോൾ ടൈം കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ വേറൊരു കമ്പനിയിലും കൂടെ കമ്പനി സെക്രട്ടറി ആവാൻ പറ്റുമോ? അപ്പോ ഇതൊരു ന്യായമായ ഒരു ചോദ്യമാണ്. നമ്മളെ വാക്കുണ്ട് ഹോൾ ടൈം കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം KMB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹോൾ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും തന്നെ ഒരു കമ്പനിക്ക് ഉപരി വേറൊരു കമ്പനിയിൽ വീണ്ടും അതേ സമയം നമുക്ക് KMB ആയിട്ടിരിക്കാൻ പറ്റൂല. പക്ഷേ നമ്മുടെ സബ്സിഡറി കമ്പനിയിൽ നമുക്ക് ഒരേ സമയം KMB ആവാം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ എക്സ് ലിമിറ്റഡിൽ ഹോൾ ടൈം കമ്പനി സെക്രട്ടറി KMB ആയിട്ട് ജോലി ചെയ്യുന്നു. ഈ എക്സ് ലിമിറ്റഡിന് 2 സബ്സിഡറി കമ്പനി ഉണ്ടെന്ന് വയ്ക്കുക. സബ്സിഡറി കമ്പനി അറിയാലോ, നമ്മളെ 51% നമ്മൾ ഷെയർ വെച്ചിരിക്കുന്ന നമ്മളുടെ തന്നെ ആയിട്ടുള്ള ഗ്രൂപ്പിലെ സബ്സിഡറി കമ്പനീസ് ആണെങ്കിൽ അതും വേറെ കമ്പനിയാണ്, ചിലപ്പോൾ വലിയ കമ്പനി ആയിരിക്കും. ഇതേ ഹോൾ ടൈം കമ്പനി സെക്രട്ടറി നിങ്ങൾക്ക് അസ്യൂം ദാറ്റ് സുരഭി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ എക്സ് ലിമിറ്റഡിലെ കമ്പനി സെക്രട്ടറി. ഇതേ സുരഭിയെ നമുക്ക് ഹോൾ ടൈം കമ്പനി സെക്രട്ടറി ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സുരഭിയെ, KMB ആയിട്ട് ജോലി ചെയ്യുന്ന സുരഭിയെ, എക്സ് ലിമിറ്റഡിലെ സുരഭിയെ നിങ്ങളുടെ സബ്സിഡറി കമ്പനിയായ Y ലിമിറ്റഡിലും അതേ സമയം KMB ആക്കാം, അതേ സമയം ഹോൾ ടൈം കമ്പനി സെക്രട്ടറി ആവും. അപ്പോൾ ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കമ്പനിയിൽ അതേ ഗ്രൂപ്പിൽ തന്നെ കമ്പനി സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാം. അപ്പൊ അത്രത്തോളം ശമ്പളവും അധികാരവും അതോറിറ്റിയും കിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പോസിറ്റീവായിട്ട്. അതൊരു ഗ്ലോറിയാണ്. അപ്പോൾ ഒരു ഹോൾ ടൈം കമ്പനി സെക്രട്ടറിയെ ഒന്നിൽ കൂടുതൽ കമ്പനിയിൽ സെയിം ടൈമിൽ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ മറ്റേ അപ്പോയിന്റ് ചെയ്യുന്ന കമ്പനി ഇതര കമ്പനികൾ നിങ്ങളുടെ മെയിൻ കമ്പനിയുടെ സബ്സിഡറി കമ്പനി ആണെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് കമ്പനി സെക്രട്ടറി ആവാം. 4-5 സബ്സിഡറി ഉള്ള കമ്പനിയും ഒരു ഹോൾഡിംഗ് കമ്പനിയും ഉണ്ടെങ്കിൽ, ഒന്നുകൂടി പറയാം, ഒരു ഹോൾഡിംഗ് കമ്പനിയും 4-5 സബ്സിഡറി കമ്പനിയും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കമ്പനികളുടെയും ഒരു ഗ്രൂപ്പ് കമ്പനി ആവും, ഗ്രൂപ്പ് കമ്പനി സെക്രട്ടറി ആവും.
മറ്റുള്ളവർക്ക് ആവാം, ഗ്രൂപ്പ് CFO ആവാം. അതുപോലെ നമുക്ക് എന്തായാലും ഒന്നിൽ കൂടുതൽ കമ്പനികളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഹോൾഡിംഗ് കമ്പനി, ഒരു സബ്സിഡറി കമ്പനി, ഈ രണ്ട് കമ്പനിയിലും കൂടെ ഒത്തിച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പ് കമ്പനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാം. തീർന്നില്ല. ഒരു കമ്പനിയിൽ നിങ്ങൾ കമ്പനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, KMB ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കമ്പനികളിൽ ഡയറക്ടർ ബോർഡ് അംഗമാവാം. യു ക്യാൻ ബി എ ഡയറക്ടർ ഓഫ് അതർ കമ്പനീസ്. സെക്ഷൻ 203 അതിന് പ്രൊവിഷൻ ഉണ്ട്. ഒരു കമ്പനിയിലെ ഹോൾ ടൈം KMB ആയിട്ടിരിക്കുന്ന പ്രൊഫഷണലിന്, വ്യക്തിക്ക്, കമ്പനി സെക്രട്ടറിക്ക് അഥവാ CFOയ്ക്ക് ആർക്ക് വേണമെങ്കിലും വേറൊരു കമ്പനിയിൽ ഡയറക്ടർ ആവാം. നല്ലതല്ലേ? ഡിന്നെടുത്താൽ പോരെ? വേറെ കമ്പനിയിലൊക്കെ ഡയറക്ടർ ആവാം. പക്ഷെ ഈ കമ്പനി സമ്മതിക്കണം, ഈ കമ്പനിയിലെ ബോർഡ് സമ്മതിക്കണം. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു വലിയൊരു കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആണെന്ന് വിചാരിക്കുക. ഹോൾ ടൈം കമ്പനി സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നു, അല്ലെ KMB ആയിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഡയറക്ടർ പോസ്റ്റ്, നമ്മുടെ അറിവ് കൊണ്ടോ എക്സ്പീരിയൻസ് കൊണ്ടോ. നിങ്ങൾക്ക് പോവാം, നിങ്ങളുടെ കമ്പനിയിൽ അപ്രൂവ് ചെയ്താൽ മതി. നിങ്ങളുടെ കമ്പനിയിൽ ബോർഡ് അപ്രൂവ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കമ്പനിയിൽ എന്താവാം, വേണമെങ്കിൽ ഇവിടെ കമ്പനി സെക്രട്ടറി ആയി ഇരിക്കവേ, ഇവിടെ KMB ആയിട്ട് ഇരിക്കവേ ആ കമ്പനിയിലും ഡയറക്ടർ കൂടെ ആവാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിയമപരമായിട്ട് നമുക്കുള്ള ഗ്ലോറി ഇതൊക്കെയാണ്. ഫുൾ ടൈം അപ്പോയിന്റ്മെന്റ്, മാൻഡേറ്ററി അപ്പോയിന്റ്മെന്റ്, സ്റ്റാറ്റ്യൂട്ടറി അപ്പോയിന്റ്മെന്റ്, അപ്പോയിന്റ് ചെയ്യേണ്ടത് ബോർഡാണ്, ശമ്പളം പറയേണ്ടത് ബോർഡാണ്. നമ്മൾ മാറുകയാണെങ്കിൽ 6 മാസത്തിനകത്ത് വേറെ ആളെ കൊണ്ടുവരണം. നമുക്ക് ഈ കമ്പനിയിൽ ഇരിക്കവേ വേറൊരു കമ്പനിയിൽ വേണമെങ്കിൽ നമ്മുടെ സബ്സിഡറി കമ്പനിയിലും കൂടെ കമ്പനി സെക്രട്ടറി ആവാം, വേറൊരു കമ്പനിയിൽ ഡയറക്ടർ ബോർഡ് മെമ്പർ ആവാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 203 കീ മാനേജർ പ്രൊഫഷണൽ, അത് കീ മാനേജർ പേഴ്സണൽ എന്ന് പറയുന്ന പ്രൊവിഷൻസിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ, കമന്റ് ബോക്സിൽ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ മറുപടി തരാം. ഇനി പ്രാക്ടീസിങ് സൈഡുള്ള ഗ്ലോറിയെ കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ഇടാം. ഓക്കെ, അപ്പൊ ഇത്രയും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത്, അത് മറക്കരുത്. കമ്പനിയുടെ ബോർഡിന് തുല്യമായി ഉദ്ദേശിക്കുന്നത് ബോർഡിനെ അഡ്വൈസ് ചെയ്യുന്ന, ബോർഡിന്റെ ബിസിനസ് കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന, ബോർഡിനെ ഇൻഡിവിജ്വലായിട്ടും കളക്റ്റീവായിട്ടും ഗൈഡ് ചെയ്യുന്ന, കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊമോട്ട് ചെയ്യുന്ന, കമ്പനിയുടെ റെഗുലേറ്ററി എൻവയോൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന, കമ്പനിയുടെ കംപ്ലയൻസ് എൻഷുർ ചെയ്യുന്ന, കമ്പനിയുടെ എല്ലാ മീറ്റിംഗ്സും, ജനറൽ മീറ്റിംഗും ബോർഡ് മീറ്റിംഗ് നടത്തിക്കൊടുത്ത് അറ്റൻഡ് ചെയ്യേണ്ട, മിനിറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ട, കമ്പനിയിൽ സെക്രട്ടറി സ്റ്റാൻഡേർഡ് കംപ്ലൈ ചെയ്യേണ്ട, കമ്പനിയുടെ ഒരു പ്രൊവിഷൻ ഉണ്ട് സെക്ഷൻ 205 ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറിയിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. ടു അസിസ്റ്റ് ദ ബോർഡ് ഇൻ ദ കണ്ടക്ട് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി. ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കമ്പനി സെക്രട്ടറി എന്താണ്? ടു അസിസ്റ്റ് ദ ബോർഡ് ഇൻ ദ കണ്ടക്ട് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അസിസ്റ്റ് ചെയ്യും, ഗൈഡും ചെയ്യാം. അടുത്തുണ്ട് ടു കൺവീൻ ഓൾ ദ മീറ്റിംഗ്സ് ഓഫ് ദ കമ്പനി ആൻഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്സ്. ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്ത് കൊടുക്കുക, അതിൽ അറ്റൻഡ് ചെയ്യുക. ആരെക്കൊണ്ട് വേറെ ഈ ഒരു അതോറിറ്റി? ബോർഡ് മീറ്റിംഗിൽ നിങ്ങളെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക കമ്പനീസ് ആക്ട്. ടു റെപ്രസെന്റ് ദ കമ്പനി ബിഫോർ സെൻട്രൽ ഗവൺമെന്റ്, ബിഫോർ ട്രിബ്യൂണൽസ്, ബിഫോർ റെഗുലേറ്ററി അതോറിറ്റീസ്. കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗവൺമെന്റിലും റെഗുലേറ്ററി അതോറിറ്റീസിലും ട്രിബ്യൂണൽസിലും ഒക്കെ നിങ്ങൾ വേണം റെപ്രസെന്റ് ചെയ്യാൻ. കമ്പനിയുടെ സെക്രട്ടറി, കമ്പനിയുടെ കമ്പനി സെക്രട്ടറി എന്നുണ്ട് പ്രൊവിഷൻ 205. അപ്പോ 205 കൂടെ ഒന്ന് നോക്കി വെക്കുക. സെക്ഷൻ 205 ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറി, ലോ കംപ്ലൈ ചെയ്യുന്നുണ്ട് നോക്കുക, സെക്രട്ടറി സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ട് നോക്കുക, കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊമോട്ട് ചെയ്യുക, ഡയറക്ടർമാർ ഇൻഡിവിജ്വലായിട്ടും കളക്റ്റീവായിട്ടും ഗൈഡ് ചെയ്യുക, കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുക റെഗുലേറ്ററി അതോറിറ്റീസിന് മുമ്പിൽ, കമ്പനിയുടെ മീറ്റിംഗ് നടത്തിക്കൊടുത്ത് അതിൽ അറ്റൻഡ് ചെയ്യുക, കമ്പനിയുടെ ബിസിനസ് നടത്തിപ്പിൽ ബോർഡിനെ അഡ്വൈസ് ചെയ്യുക, ബോർഡിനെ ഉപദേശിക്കുക, ബോർഡിനെ ഗൈഡ് ചെയ്യുക. അപ്പോ കമ്പനിയെ ബെസ്റ്റ് പ്രാക്ടീസസിൽ നയിക്കുന്നതിൽ, കമ്പനിയെ നല്ല വഴിക്ക് നയിക്കുന്നതിൽ, കമ്പനിയെ നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് കംപ്ലൈ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വയ്ക്കുന്ന ഒരു പ്രൊഫഷണലാണ് കമ്പനി സെക്രട്ടറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി കാണും. 203 205 കോർത്തിണക്കിക്കൊണ്ടുള്ള, 2 സെക്ഷനും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഗ്ലോറി ഒന്നുകൂടി എന്താണ് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണിത്. പ്രാക്ടീസിങ് സൈഡിലുള്ള ഗ്ലോറിയെ കുറിച്ച് മറ്റൊരു വീഡിയോ പിന്നെ വരാം. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എന്ത് പുതിയ വീഡിയോ ആശയങ്ങൾ, അതായത് സബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്, പക്ഷെ അത് പോരാ, കുറച്ചുകൂടിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, കുറച്ചുകൂടിയൊക്കെ വീഡിയോ ഒരുപാട് ആൾക്കാരിൽ എത്തുന്നു എന്നറിയുന്നതിൽ സന്തോഷം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം ബിലു ബാലകൃഷ്ണൻ.